ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാന്ദ്രാസ് ലിറ്റിൽ വേൾഡ്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ വെൽവെറ്റിൻ്റെ മെറ്റീരിയൽ വെച്ചിട്ട് ഇതേപോലൊരു ഫ്രോക്കാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോകുന്നത്. ഏകദേശം 3 വയസ്സുള്ളൊരു കുട്ടിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്ന. മെഷർമെൻറ്റ് നോക്കാം. അപ്പോൾ ഷോൾഡർ വരുന്നത് 9, അതിൻ്റെ പകുതി 4.5. ഓക്കെ, ചെസ്റ്റ് 20, അതിൻ്റെ കൂടെ 2 കൂടെ ആഡ് ചെയ്തിട്ട് അപ്പോൾ 22. അതിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തെടുക്കുവാണ് കേട്ടോ. അപ്പോൾ സംതിങ് 5.5 വരുന്നുണ്ട്. വേസ്റ്റ് 19, അതിൻ്റെ കൂടെ 2 കൂടെ കൂട്ടി അപ്പോൾ അപ്രോക്സിമേറ്റായിട്ട് 5.5 തന്നെ വരും കേട്ടോ. പിന്നെ ആം ഹോള് 9, അതിൻ്റെ പകുതിയാണ് കേട്ടോ എടുക്കുന്നത്. പിന്നെ സ്ലീവ് ഫുൾ സ്ലീവാണ് വെക്കുന്നത്. ഒരു ചെറിയ പഫൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഫുൾ ലെങ്ത്ത് നമ്മൾ എടുക്കുന്നത് 21 കേട്ടോ. അപ്പോൾ താഴ്ഭാഗത്ത് നമ്മളൊരു 2 ഇഞ്ചോളം അകത്തേക്ക് മടക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ലെങ്ത്ത് വെക്കുന്ന അനുസരിച്ച് നമുക്കത് അഴിച്ചു വിടാം, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ തയ്യൽ തുമ്പൊക്കെ നമുക്ക് വെട്ടാൻ നേരം ഞാൻ ക്ലിയറായിട്ട് പറഞ്ഞുതരാം കേട്ടോ. പിന്നെ തുണി 4ആയിട്ട് മടക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ലൈനിങ് ആണേ. അപ്പോൾ എന്നിട്ട് ഷോൾഡർ ആദ്യം 4.5 മാർക്ക് ചെയ്തു. പിന്നെ അവിടെ നിന്ന് താഴോട്ട് 4 കൊടുക്കുന്നുണ്ട് കേട്ടോ ആം ഹോളിന് വേണ്ടി. ചെസ്റ്റിൻ്റെ വണ്ണം 5.5, പിന്നെ തയ്യൽ തുമ്പ്. പിന്നെ നമുക്ക് ഫുൾ ലെങ്ത്ത് വേണ്ടത് 9, അതിൻ്റെ കൂടെ 2 ഇഞ്ച് കൂടെ ലെങ്ത്ത് കൂട്ടിയിട്ടാണ് കേട്ടോ നമ്മൾ തയ്യൽ തുമ്പ് കൂടെ ഇട്ടിട്ടാണ് മാർക്ക് ചെയ്തെടുത്തേക്കുന്നത്. ആം ഹോള് ഒരു 1/2 ഇഞ്ച് ചരിച്ചുകൂടെ വരച്ചു കൊടുത്തു. ഞാനത് കട്ട് ചെയ്ത് മാറ്റുവാണ് കേട്ടോ. പിന്നെ നമ്മുടെ മെയിൻ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ മുകൾ ഭാഗത്ത് മാത്രമാണ് കേട്ടോ ലൈനിങ് ഇട്ട് കൊടുത്തത്. താഴ്ഭാഗത്ത് ലൈനിങ് ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതേപോലെ 4ആയിട്ട് മെയിൻ ക്ലോത്തിനെ മടക്കി ഇട്ടിട്ട് നമ്മളിപ്പോൾ ലൈനിങ് കട്ട് ചെയ്ത് ആ ഒരു മെഷർമെൻറ്റിൽ സെയിം നമ്മൾ മെയിൻ ക്ലോത്തൂടെ കട്ട് ചെയ്തെടുക്കുകയാണെ. സെൻറ്റർ മാർക്ക് ചെയ്യുക. പിന്നെ ബാലൻസ് ഞാനിത് ടോട്ടൽ 2.5 മീറ്ററാണ് കേട്ടോ മെറ്റീരിയൽ എടുത്തേക്കുന്നത്. നല്ല ഫ്രില്ലിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബാലൻസ് വരുന്ന അത്രയും മെറ്റീരിയൽ ഇതേപോലെ ഞാൻ മടക്കി കൊടുക്കുവാണ്. സ്ട്രെയിറ്റ് ആയിട്ട് മടക്കി കൊടുക്കുവാണ് കേട്ടോ. എന്നിട്ട് മടക്കി കറക്റ്റായിട്ട് ഇട്ടു. വെൽവെറ്റ് ആയതുകൊണ്ട് ഒട്ടിപ്പിടിക്കുന്ന ക്ലോത്താണ്, അത്രയും സൂക്ഷിച്ച് മാത്രം നമ്മൾ കൈകാര്യം ചെയ്യുക കേട്ടോ. എന്നിട്ട് നമുക്ക് വേണ്ട ലെങ്ത്ത് 12, അതിൻ്റെ കൂടെ 2 ഇഞ്ച് അകത്തേക്ക് മടക്കി കൊടുക്കാനും 1 ഇഞ്ച് മടക്കി അടിക്കാനും കൂടെ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ടോട്ടൽ 15-ൽ ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കുവാണ് കേട്ടോ. ഇപ്പോൾ നിങ്ങൾ അകത്തേക്ക് മടക്കി കൊടുക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂടെ നമുക്ക് അടിയിൽ മടക്കി തയ്ക്കാനായിട്ട് കൊടുത്താൽ മാത്രം മതി. പിന്നെ ഇതേപോലെ ഞാനൊരു 3.5 ഇഞ്ചിന് ഇതേപോലൊരു പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വള്ളിക്കും പിന്നെ എനിക്കൊരു ഹെയർ ബാൻഡ് കൂടെ സെറ്റ് ചെയ്യണം കേട്ടോ. അതിന് വേണ്ടിയിട്ടൂടാണ് അത് സെറ്റ് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റി. എന്നിട്ട് സ്ലീവിന് വേണ്ടിയിട്ട് തുണി ഇതേപോലെ 4ആയിട്ട് മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫുൾ ലെങ്ത്ത് നമ്മുടെ ഇറക്കം ഫുൾ ലെങ്ത്തും അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂടെ കൂട്ടി കൊടുക്കുക. അപ്പോൾ എനിക്കിവിടെ 12, ഞാൻ 17-ൽ ആദ്യം ഒരു ലൈൻ വരച്ചെടുത്തു. പിന്നെ അതിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ പഫിന് വേണ്ടി ഒരു 4 ഇഞ്ച് കൂടെ പൊക്കി കൊടുക്കുന്നുണ്ട്. ആ 4 ഇഞ്ചിൻ്റെ അവിടെ നിന്ന് ഇതേപോലൊന്ന് ഷേപ്പിന് വരച്ചു കൊടുത്താൽ മതി. ഓക്കെ, അപ്പം നമുക്ക് അത് അവിടെ ചെറിയ ചെറിയ ഫ്രില്ലിട്ടെടുക്കാനാണ് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ താഴ്ഭാഗത്തെ വണ്ണം തയ്യൽ തുമ്പ്. എന്നിട്ട് ഈ പോയിൻറ്റിൽ നിന്ന് നമ്മുടെ ആ തയ്യൽ തുമ്പിലോട്ട് ജോയിൻറ്റ് ചെയ്ത് കൊടുത്തു കേട്ടോ. എന്നിട്ട് അത് ഞാൻ കട്ട് ചെയ്ത് എടുക്കുവാണ്. കട്ട് ചെയ്ത് എടുത്തിട്ട് നമ്മൾ വരച്ചു കൊടുത്തില്ലേ ആ ഷേപ്പ് വരുന്നിടത്ത് വെച്ച് ഒന്ന് മാർക്ക് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഒരു 3.5 ഇഞ്ചിൻ്റെ തുണി കട്ട് ചെയ്തെടുത്തില്ലായിരുന്നോ പീസ്, അതിൽ ഇതുപോലെ ഞാൻ ഒരു 20 ഇഞ്ചിൽ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് 2 പീസ്. ബാക്കി വരുന്നത് നമുക്ക് ഹെയർ ബാൻഡ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ ക്യാൻവാസിൽ 2.5 ഇഞ്ച് വീതിയിലും 3.5 ഇഞ്ച് ഇറക്കത്തിലും നെക്ക് ഞാൻ ഡ്രോ ചെയ്തെടുക്കുവാണ്. എന്നിട്ട് ഇതേപോലെ സ്ക്വയർ ഷേപ്പ് കൊടുക്കുവാണ് ഫ്രണ്ട് നെക്ക്. പക്ഷേ സ്ക്വയർ കൊടുക്കുമ്പോൾ താഴ്ഭാഗത്തെ സ്ക്വയറിന് 2 ഇഞ്ച് മാത്രമേ കൊടുക്കുന്നുള്ളൂ കേട്ടോ. 2.5 കൊടുത്താൽ നല്ല വൈഡായി പോകും നെക്ക്. കുഞ്ഞുങ്ങൾക്കൊക്കെ വൈഡായാൽ ചില സമയത്ത് വൃത്തികേടാണ് കേട്ടോ. ബാക്ക് നെക്കിന് ഇതേപോലെ 2.5 വീതിയും 3 ഇറക്കവും കൊടുക്കുന്നുണ്ട്. ബാക്ക് നെക്ക് ജസ്റ്റ് റൗണ്ട് നെക്ക് കൊടുക്കുന്നതേ ഉള്ളൂ. അത് പതിച്ചെടുക്കുവാണ് കേട്ടോ ഞാൻ. ക്യാൻവാസിലാണ്. നിങ്ങൾക്ക് ലൈനിങ്ങിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. പിന്നെ മെയിൻ
ക്ലോത്ത് വെച്ചു. മെയിൻ ക്ലോത്തിൻ്റെ നല്ല ഭാഗമാണ് കേട്ടോ മുകളിൽ ഇരിക്കുന്നത്. പിന്നെ ലൈനിങ് വെച്ചു. അതിൻ്റെ മുകളിൽ നമ്മൾ ക്യാൻവാസ് വെച്ച് കൊടുത്ത് കറക്റ്റായിട്ട് പിന്നൊക്കെ കുത്തി കൊടുത്ത് സെക്യൂർ ചെയ്യുവാണ്. എന്നിട്ട് നമ്മൾ ആ വരച്ച ലൈനിലെ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ് കേട്ടോ. ഞാൻ അധികം ഈ വെൽവെറ്റിൻ്റെ തുണി അങ്ങനെ യൂസ് ചെയ്യാറില്ല. കാരണം എതിലെ പോയ പൊടിയും ഈ വെൽവെറ്റിൻ്റെ തുണി തന്നെ പറ്റിപ്പിടിച്ചിരിക്കും കേട്ടോ. പക്ഷേ എന്താ പറയുക, ഫോട്ടോയ്ക്കൊക്കെ വെൽവെറ്റിൻ്റെ തുണി സൂപ്പറാണ് കേട്ടോ. സൂപ്പർ ലുക്കാണ് ഫോട്ടോയിലൊക്കെ. എന്നിട്ട് ഞാൻ ഇതേപോലെ നെക്ക് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ചെറിയ വെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ലൈനിങ്ങിൻ്റെ മെയിൻ ക്ലോത്തിൻ്റെ സെൻറ്ററിൽ കൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കുവാണ്. ഇങ്ങനെ കൊടുത്ത് തിരിച്ചിട്ടാൽ തന്നെ നമ്മുടെ നെക്ക് ഫിനിഷായി കിട്ടും കേട്ടോ. ഇതേപോലെ അകത്തേക്ക് ലൈനിങ്ങിനെ കൊടുത്തിട്ട് എഡ്ജിലൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കുവാണ്. നമ്മൾ പതിച്ച് സ്റ്റിച്ച് കൊടുത്തതുകൊണ്ട് തന്നെ നെക്ക് ഫിനിഷായി തന്നെ ഇരിക്കും. എന്നാലും സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ എഡ്ജിലൂടെ ഒരു സ്റ്റിച്ച് കൂടെ കൊടുത്തിട്ട് ഈ ലൈനിങ്ങിനെ മെയിൻ ക്ലോത്തിനെയും കൂടെ 3 വശവും കൂടെ ജോയിൻ ചെയ്തെടുക്കാവേ. ഇതേ രീതിയിൽ നമുക്ക് ബാക്ക് സൈഡ് കൂടെ ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം ഞാൻ. പിന്നെ ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും നല്ല ഭാഗം ഫേസ് ചെയ്ത് വെച്ച് ഇതേപോലെ കറക്റ്റ് ഷോൾഡർ പിടിച്ച് വെച്ച് നമുക്കൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഷോൾഡർ ഡയറക്റ്റായിട്ട് ജോയിൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ല ലോക്കിട്ട് മാത്രം ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ. അത് കംപ്ലീറ്റായി. ബാലൻസ് നിൽക്കുന്ന ക്ലോത്തെല്ലാം കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് ആ തയ്യൽ തുമ്പിനെ ബാക്ക് സൈഡ് നെക്കിലേക്ക് ഫേസ് ചെയ്ത് വെച്ചിട്ട് പതിച്ചൊരു സ്റ്റിച്ച് കൂടെ കൊടുത്തേ ഷോൾഡറിൽ. ഇനി ഇതേപോലെ 4 മടക്കിയിട്ട് കൊടുത്തിട്ട് ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. നമുക്ക് മുകൾ ഭാഗത്തെ ലെങ്ത് വേണ്ടത് 9 ആണ്. അപ്പോൾ ഒരു കറക്റ്റ് 10 നമുക്ക് കറക്റ്റായിട്ടൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. ഇനി നമുക്ക് ബാക്ക് സൈഡിൽ സിബ് വെച്ച് കൊടുക്കണം. അപ്പോൾ സെയിം കളറ് സിബ് എൻ്റെ കയ്യിൽ വലുത് മാത്രമേ ഉള്ളൂ. അപ്പോൾ വലുത് വേസ്റ്റ് ആക്കണ്ടെന്ന് കരുതിയിട്ട് ഞാൻ ബ്ലാക്ക് എടുത്തു കേട്ടോ. ബാക്ക് സൈഡ് നെക്ക് ഇതേപോലെ കറക്റ്റ് സ്ട്രെയിറ്റ് ഇതേപോലെ മടക്കി വെച്ചിട്ട് കറക്റ്റ് സ്ട്രെയിറ്റ് ആയിരിക്കണം കേട്ടോ. വെൽവെറ്റ് ആയതുകൊണ്ട് തന്നെ അകത്ത് ഒട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ഇതേപോലൊരു സ്റ്റിച്ച് ഇട്ടെടുത്തു. ബാക്ക് ചീത്ത ഭാഗത്താണ് കേട്ടോ. എന്നിട്ട് ഇതേപോലെ ഒന്ന് നിവർത്തി വെച്ചിട്ട് സിബ് നമ്മൾ ഫേസ് വെക്കുമ്പോഴത്തേക്കും 2-3 വട്ടം ഓപ്പൺ ക്ലോസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മാത്രം സിബ് വെച്ച് കൊടുക്കുക. സിബ് വെക്കുന്നത് സിബിൻ്റെ ചീത്ത വശത്താണ് കേട്ടോ. ഇപ്പം ഞാൻ സ്റ്റിച്ച് കൊടുത്തത് നല്ല വശം അകത്തേക്ക് ഫേസ് ചെയ്ത പോലെ വെക്കണം കേട്ടോ. എന്നിട്ട് ഇതേപോലെ 2 സൈഡും സിബ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുവാണേ. എന്നിട്ട് ആദ്യം നമ്മൾ ഇട്ടെടുത്ത സ്റ്റിച്ചിനെ ഒന്ന് പൊട്ടിച്ചു വിടണം കേട്ടോ. ഈസി ആയിട്ട് നമ്മൾ സിബ് വെച്ചു. ഇനി ഇതേപോലെ 4 മടക്കി ഇട്ട് കൊടുത്തിട്ട് ഷോൾഡർ ഒന്നുകൂടെ എടുത്ത് 4 മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ചെസ്റ്റ്, വേസ്റ്റ്, എന്നിട്ട് 1/2 ഇഞ്ച് ഇതേപോലെ ഒന്ന് ചരിച്ച് വരച്ചു കൊടുത്തു. എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. എക്സസ് ആയിട്ട് നിൽക്കുന്ന ക്ലോത്ത് എല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഞാൻ. 2 സൈഡും ഇതേപോലെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് വെച്ചു. എന്നിട്ട് നമ്മൾ വള്ളിക്ക് വേണ്ടി എടുത്തത് 2 മടക്കിയിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തു കേട്ടോ. എന്നിട്ട് ഇതൊന്ന് തിരിച്ചിട്ടെടുക്കാം. ഇതേപോലെ 2 ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മാർക്ക് ചെയ്തെടുത്ത് നിന്ന് സ്റ്റിച്ച് ഇട്ടിട്ട് വള്ളി ഇതേപോലെ 1 ഇഞ്ച് മുകളിൽ നിന്ന് 1 ഇഞ്ച് മുകളിലോട്ട് ഇതേപോലെ അകത്താണേ വെച്ച് കൊടുക്കുന്നത്. വള്ളി വെക്കുന്നത് ശ്രദ്ധിച്ച് വെക്കണം കേട്ടോ. ഒന്ന് 2 സൈഡിലും ഇതേ രീതിയിൽ ചെയ്തെടുക്കാം കേട്ടോ. അകത്താണ് കറക്റ്റ് പ്ലേസ് ചെയ്ത് കൊടുത്തത്. വള്ളി ഒന്ന് ലോക്കിയിട്ട് മാത്രം സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ സ്ലീവ് എടുത്തു കേട്ടോ. സ്ലീവിൻ്റെ അടിഭാഗം ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണേ ആദ്യം. ഇനി നമ്മൾ ആ പോയിൻ്റ് ഇട്ടെടുത്തില്ലേ, അവിടെ നിന്ന് ചെറിയ ഫ്രില്ല് ഇട്ട് കൊടുക്കുവാണ് കേട്ടോ. ഞാനിപ്പോൾ ഫ്രില്ല് മൊത്തം വലത്തേക്ക് തന്നെയാണ് ഇടുന്നത്. കറക്റ്റ് ഒരു സൈഡിൽ നിന്ന് സെൻറ്ററിലേക്ക് വലത്തേക്കും ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇടത്തേക്കും ഇട്ട് കൊടുത്താലും നല്ല ഭംഗിയാണ് കേട്ടോ ഈ ചെറിയ പഫ് കൊടുക്കുന്നതിന്. ഇനി നമ്മുടെ മുകൾ ഭാഗത്ത് കറക്റ്റ് ഷോൾഡർ കറക്റ്റ് ആയിരിക്കണം കേട്ടോ. ഷോൾഡർ പ്ലേസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് റൗണ്ടിന് സ്ലീവ്
ജോയിൻ ചെയ്തെടുക്കാവേ. സ്ലീവ് ജോയിൻ ചെയ്യുമ്പോൾ എപ്പോഴും ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കണേ. അത് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ട് ജസ്റ്റ് നമുക്കൊന്ന് തിരിച്ചിട്ടെടുക്കാം കേട്ടോ. എന്നിട്ട് സ്ലീവിൻ്റെ അടിഭാഗത്തെ വണ്ണം ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതേപോലെ 3/4 സ്ലീവിൻ്റെ അവിടുത്തെ വണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് കറക്റ്റ് ചെസ്റ്റിലേക്ക് ജോയിൻറ്റ് ചെയ്ത് എടുക്കുവാണ്. പിന്നെ സ്ലീവിൻ്റെ ഫുൾ സ്ലീവ് ആയതുകൊണ്ട് തന്നെ സ്ലീവിൻ്റെ എൻഡിൽ നമുക്ക് ബട്ടൺ വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് സ്ലീവ് കറക്റ്റായിട്ട് ഫിറ്റായിട്ടിരിക്കുക. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ സ്ലീവ് എന്താ പറയുക ലൂസായി കയ്യിലേക്ക് ഇറങ്ങി വരാനായിട്ട് നിൽക്കും കേട്ടോ. പിന്നെ ഞാൻ എക്സ്ട്രാ തയ്യൽ സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ട് ബാക്കി നിൽക്കുന്ന എക്സസ് ആയിട്ടുള്ള തുണിയെല്ലാം കട്ട് ചെയ്ത് അതിൻ്റെ അരികിനൂടെ ഒരു സ്റ്റിച്ച് ഇട്ട് എടുത്തിട്ടുണ്ട്. 2 ഭാഗവും കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മുടെ വേസ്റ്റിൻ്റെ ആ റൗണ്ട് ഒന്ന് അളന്ന് നോക്കുക കേട്ടോ. അപ്പോൾ അതെനിക്ക് സംതിങ് 24.5 വരുന്നുണ്ട്. അപ്പോൾ താഴ്ഭാഗത്തെ ക്ലോത്ത് ഞാൻ ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുവാണ്. ആദ്യം ഒരു സ്റ്റിച്ച് ഇട്ട് എടുക്കുവാണ്. എന്നിട്ട് മുകളിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് വിടുക. മുകൾ ഭാഗത്തെ നമുക്ക് ജോയിൻ ചെയ്യാനായിട്ട് 1/2 ഇഞ്ച്. പിന്നെ നമ്മുടെ കറക്റ്റ് 12ൻ്റെ അവിടെ ഒരു മാർക്ക് ഇട്ടിട്ട് അവിടെ വെച്ചിട്ട് ആ ക്ലോത്തിനെ എന്താ പറയുക ജോയിൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് ലെങ്ത്ത് കൂടുന്നതനുസരിച്ച് അഴിച്ചു വിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ചെറിയ പ്ലീറ്റ് ഇട്ടെടുക്കുവാണ്. അപ്പോൾ എനിക്ക് ഏകദേശം 2.25 മീറ്ററൊക്കെ വരുന്നുണ്ട്. ആ 2.25 മീറ്ററിൽ ഞാൻ എന്താ പറയുക 24 എനിക്ക് വേണ്ടത്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂടെ കൂട്ടി 25 എനിക്ക് പ്ലീറ്റ് ഇട്ട് കറക്റ്റ് റൗണ്ട് വരേണ്ടത്. അപ്പോൾ നിങ്ങൾ എന്താ പറയുക ആദ്യം ഇതേപോലെ പിന്നു കുത്തി പ്ലീറ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക. എന്നിട്ട് അളന്ന് നോക്കുക കറക്റ്റ് നമുക്ക് 25 എങ്കിൽ 25 അല്ലെങ്കിൽ 28 എങ്കിൽ 28 കിട്ടുന്നുണ്ടോ. എന്നിട്ട് മാത്രം പ്ലീറ്റ് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഞാനിത് കറക്റ്റ് എനിക്കിപ്പോൾ 25 കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ തുണി നല്ല ഭാഗം ഫേസ് ചെയ്ത് വെച്ചിട്ട് കറക്റ്റ് ജോയിൻ ചെയ്തെടുക്കുവാണ് കേട്ടോ. ഇതേപോലെ കറക്റ്റ് ഒരു ഭാഗത്തു നിന്നും കറക്റ്റ് നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. നിർത്തി ജോയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നാൽ മാത്രമേ തുണി കറക്റ്റായിട്ട് കറക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. ഇതേപോലെ ഞാൻ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ആ സിബ് വരുന്ന ഭാഗത്ത് ഒന്ന് ലോക്കിട്ട് കൊടുക്കുക. അപ്പോൾ ജോയിൻ ചെയ്തെടുത്തിട്ട് ഈ ഓപ്പൺ ആയിട്ടുള്ള ഭാഗമില്ലേ അതൊന്ന് ക്ലോസ് ചെയ്തെടുത്തു. എന്നിട്ട് രണ്ടാമത് ഒന്നുകൂടെ നമുക്ക് വേസ്റ്റ് ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് എൻ്റെ ഇത് കംപ്ലീറ്റ് ആയി. ഇനി ഒരു ബോയൂടെ ചെയ്ത് കൊടുക്കണം കേട്ടോ. എനിക്ക് ബാലൻസ് വന്നൊരു ക്ലോത്തിൽ ഇതേപോലെ 4.5 വീതിയും അതേപോലെ 7 ഇറക്കത്തിലും ഒരു ക്ലോത്ത് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ 2 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. ഒരു സൈഡ് ഓൾറെഡി ക്ലോസ്ഡ് ആണ്. എന്നിട്ട് അതിൻ്റെ 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് സൈഡിൽ 2 വെട്ടുകൂടെ കൊടുത്ത് ഞാൻ അതിനെ തിരിച്ചിട്ടെടുത്തേ. എന്നിട്ട് ഓപ്പൺ ആയിട്ടുള്ള ഭാഗം അകത്തേക്ക് ഫോൾഡ് ചെയ്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇപ്പോൾ 4 സൈഡും ക്ലോസ് ആയി. എന്നിട്ട് ഒരു നൂലെടുത്ത് കറക്റ്റ് സെൻറ്ററിൽ ഒരു സെൻറ്റർ വരുന്ന രീതിയിൽ ഒരു 2-3 സ്റ്റിച്ച് ഇട്ട് എടുത്തിട്ട് ഇതേപോലെ ഞാൻ കെട്ടിട്ട് കൊടുക്കുവാണേ. എന്നിട്ട് അതിനെ ലോക്കിട്ട് എടുത്തേക്കുവാണ് കേട്ടോ ഞാൻ. എന്നിട്ട് ഞാൻ ഇതേപോലെ ഒരു വൈറ്റ് ലേസ് എൻ്റെ കയ്യിലുള്ളതനുസരിച്ച് നമ്മൾ ആ ഡെമോയിൽ കണ്ടില്ലേ ഒരു വൈറ്റ് ലേസാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. അതിനനുസരിച്ച് ഞാൻ അതിൻ്റെ ഒരു ഫ്ലവർ പോലത്തെ ലേസായിരുന്നു എൻ്റെ കയ്യിൽ. അതൊന്ന് കട്ട് ചെയ്തെടുത്ത് അതിൻ്റെ സെൻറ്ററിൽ ഞാൻ തുന്നി പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് നെക്കിലും ഞാൻ ഇതേപോലെ ആ ലേസ് തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ നെക്ക് വളരെ ചെറുതായതുകൊണ്ട് തന്നെ എനിക്ക് മെഷീനിൽ സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് കാരണം ഞാൻ കയ്യിൽ തന്നെയാണ് കേട്ടോ ആ ലേസ് തുന്നി പിടിപ്പിച്ചത്. അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ട് ഞാൻ ആ ബോയുടെ ഒരു സൈഡിലായിട്ടാണ്, കറക്റ്റ് സെൻട്രലായിട്ടല്ല, ഒരു സൈഡിലായിട്ടാണ് ഞാൻ ബോ തുന്നി പിടിപ്പിച്ചത്. പിന്നെ എൻ്റെ കയ്യിൽ വൈറ്റ് പേളൊക്കെ ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് ചെറിയൊരു ഡിസൈനൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു സംതിങ് 2 mm ബീഡും ഒരു 5 mm ബീഡുമാണ് കേട്ടോ മിക്സ് ചെയ്ത് ഞാൻ ആ ബോയിൽ കൊടുക്കുന്നത്.
അതും കയ്യിൽ തന്നെയാണോ തുന്നി പിടിപ്പിക്കുന്നത്. നമ്മൾ ഗമ്മിലൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ കുട്ടികളായതുകൊണ്ട് അവർ പെട്ടെന്ന് വലിച്ചിളക്കി കളയും, പിന്നെ അതൊരു ബോറായിപ്പോവും. നമ്മൾ കയ്യിൽ തുന്നി പിടിപ്പിച്ചാൽ അതും ഒരൊറ്റ സ്റ്റിച്ചല്ല എടുക്കുന്നത്, ഡബിൾ സ്റ്റിച്ച് ഇട്ടിട്ടാണ് കേട്ടോ ഓരോ മുത്തും ഞാൻ കയ്യിൽ തുന്നി പിടിപ്പിക്കുന്നത്. അതാകുമ്പോൾ തുണി നൂല് വലിഞ്ഞാലും അത് അവിടെ തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഔട്ട്ലുക്ക് കണ്ടാലോ, ബായോ. അപ്പോൾ ഇതേ മോഡൽ ഞാൻ 2 ഫ്രോക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു മെറൂണും ഒരു ഡാർക്ക് പർപ്പിളും ആയിട്ടുള്ള ഷെയ്ഡിലാണ് കേട്ടോ 2 ചെയ്തെടുത്തേക്കുന്നത്. 2 സെയിം ഒരേ മോഡലാണ് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ ഒന്ന് മനസ്സ് വെക്കുവാണെങ്കിൽ ഇതേപോലൊരു ഫ്രോക്ക് നിങ്ങൾക്കും സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അധികം റേറ്റൊന്നും ആവില്ല. ഒരു വെൽവെറ്റിന് മീറ്റർ 160 രൂപ എന്തോ ആണ് മീറ്റർ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഈസിയാണ് കേട്ടോ. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇതേപോലെ യൂസ്ഫുൾ വീഡിയോയുമായി കാണുന്നിടം വരെ ബൈ.